അക്ബർക്ക ഇപ്പോ സംവദിക്കുന്നില്ല. അദ്ദേഹം യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, എമുക്കൾ ആ മേഖലയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് ഭൂമി ഉരുണ്ടതല്ല എന്ന് പറയാതിരുന്നതാണ് പരിശുദ്ധ ഖുർആന്റെ ദൈവികത എന്നാണ് ഞാനിപ്പോൾ പറയുക. അസ്ട്രോണമി ഫ്രം തേൽസ് ടു കെപ്ലർ എന്ന പുസ്തകമുണ്ട്. അതിന് റിഡക്സിയോ അഡ് അബ്സർഡം എന്ന് പറഞ്ഞ വാക്ക് അത് ഇപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ, എം അക്ബർ ഇല്ല, വേണ്ട, അവരെ ശിഷ്യന്മാരാണ് ഞങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അറബി ശാസ്ത്രജ്ഞന്മാരാണ് ലോകത്തിന്റെ മുന്നിൽ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് ആദ്യമായി പറഞ്ഞത് എന്നും എന്ത് ഭൂമി ഉരുണ്ടതല്ല എന്ന് പറയാതിരുന്നതാണ് പരിശുദ്ധ ഖുർആന്റെ ദൈവികത. എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ എം അക്ബറാണ്. സ്വാഭാവികം. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ എം അക്ബറിനെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട കേസിൽ അക്ബറിനെതിരെ പോലീസ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലേ, എം അക്ബർ ഇല്ല, അവരെ ശിഷ്യന്മാരാണ് ഞങ്ങൾ. ശിഷ്യന്മാര് മതി. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് വന്നിട്ട് ചോദിക്കുന്നു, ഖുർആനിൽ വല്ല ശാസ്ത്രവുമുണ്ടോ എന്ന്. അത് പറയാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനിന്റെ എല്ലാ മുഫസ്സിറുകളും പറഞ്ഞ അർത്ഥത്തെ മാറ്റി നിർത്തി സ്വയമായി ഒരു അർത്ഥം കണ്ടെത്തിയിട്ട് ഇതാ ഖുർആൻ പറഞ്ഞിരിക്കുന്നു, മൗലവിയുടെ ചെരുപ്പിനൊത്ത് കാലങ്ങ് മുറിച്ചു കളയുക, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം അങ്ങ് മാറ്റിയിട്ട് ശാസ്ത്രം കണ്ടെത്തുക, എന്നിട്ട് അതിന് കുറെ പിന്തുണയും. അതിന് ഞങ്ങളെ കിട്ടുകയില്ല. എന്തായിരുന്നു അക്ബർ മൗലവിയുടെ മറുപടി? പരിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും, അന്ന് അറബികൾക്ക് അത് അറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞു. നാടോടികളായ അറബികൾ, ആരടക്കം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഏറ്റവും വേദനിച്ചത് അക്ബർ മൗലവി അയാളത് പറഞ്ഞു, അയാൾ നേരത്തെ പറയുന്നതാണ്. അറബി പയ്യൻ എന്ന് പറഞ്ഞ ആളാണ് ഹബീബായ റസൂലുള്ളാഹിനെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയെന്ന് അവമാനിക്കുകയാണെന്ന് നേരത്തെ സിന്ദാനി അദ്ദേഹത്തിന്റെ ചില കിതാബുകളിൽ എഴുതി വെച്ച പൊട്ടപ്പോയത്തങ്ങൾ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച അക്ബർ കണ്ടെത്തിയതല്ല. എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ എം അക്ബറാണ്. ഇയാളെ പോലെ ഈ രൂപത്തിൽ ഗവേഷണം ചെയ്ത ആളുകളുണ്ട്. അവർ കണ്ടെത്തിയ കോപ്പികൾ അങ്ങനെ തന്നെ അടിച്ച് മാറ്റിയിട്ട് ഖുർആൻ ഗവേഷകനായി ഖുർആന്റെ യഥാർത്ഥ അർത്ഥം മാറ്റിയിട്ട് യുക്തിവാദിക്ക് മുമ്പിൽ ആളാകേത്രേ. അക്ബർക്ക ഇപ്പോ സംവദിക്കുന്നില്ല. അദ്ദേഹം യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, എമുക്കൾ ആ മേഖലയിലാണ്. പെണ്ണിന്റെ പ്രകൃതം അനുസരിച്ച് പെണ്ണിന്റെ ശരീരം തീർച്ചയായും ഒരു ലൈംഗിക വസ്തു തന്നെയാണ്. ആണിന്റെ പെണ്ണിന്റെ വെറുതെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, തലച്ചോറിന്റെ രേഖാചിത്രത്തിൽ പോലും കാണും. ആണിന്റെ തലച്ചോറിലെ 4-5 ഭാഗങ്ങളാക്കി തിരിച്ചാൽ അതിൽ 2-3 ഭാഗം മുഴുവൻ സെക്സ് ആണ്. അതെ, എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ എം അക്ബറാണ്. വെറുതെ നമ്മുടെ യുക്തിയല്ല, അള്ളാഹുവിന്റെ യുക്തിയായിരിക്കും ശരി. പിന്നീട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഭരണാനന്തര ജീവിതത്തിൽ വെച്ച് മനസ്സിലാകും. ചെറിയൊരു ലോജിക് ഇട്ടുകൊടുത്തത് സാബിത്ത് ഭായി, ചെറിയൊരു ലോജിക്. ഏതൊക്കെ കാര്യങ്ങൾ ഇതുപോലെ ലോജിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അപ്പൊ ലോജിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, തള്ളു അല്ലേ? അത് ഈമാന്റെ അടയാളമല്ല. ചെറിയൊരു ലോജിക് ഇട്ടുകൊടുത്തത് സാബിത്ത് ഭായി, ചെറിയൊരു ലോജിക്. And the test and 2 and the can and the cone and the pack 2 and the can and the cone and the pack 2 and the can and the cone and the pack 2 and the can and the cone and the pack. Okay perfect. മച്ചാനത് ഒരളിയാ. 2 and the can and the cone and the pack 2 and the can and the cone and the pack 2 and the can and the cone and the pack 2 and the can and the cone and the pack. ഉച്ചക്ക് ആംപ്ലേറ്റ്, ചോറ്, അപ്പേരി ഒക്കെ.